കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി പറയാൻ കൂടെ തയ്യാറാകാം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ദൈവം നമ്മുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയിൽ ശരണം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ മേൽ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിന് കഴിയും. വിശ്വസിക്കുന്ന ഒരാളാണ് അടയാളങ്ങൾ നടക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കും. എല്ലാവരാലും അടയാളങ്ങൾ നടക്കില്ല. ആര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? യേശു ദൈവപുത്രനാണ്. യേശു സൗഖ്യമാക്കുന്നവനാണ്. അവിടുന്ന് ഉച്ചരിക്കുന്നവനാണ്. എൻ്റെ മുറിവുകളെ കെട്ടുന്നവനാണ്. നല്ല യാമത്തിലും ഇറങ്ങി വരാൻ കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ഇന്ന് പകലിലും നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ വഴികളും അവിടുത്തെ വിചാരങ്ങളും നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായി വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഇന്നു പകൽ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. യഹോവയെങ്കിലെ സന്തോഷം എല്ലാ കാലത്തും നമ്മുടെ ബലമായി തീരാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അങ്ങ് എന്നോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ എന്നെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല. യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. കൺകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നവർക്കാണ് ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് സഹായം വരുന്നത്. കാൽ വഴുതുവാൻ സമ്മതിക്കാതെ ആഗമനത്തെ പ്രാണനെ പരിപാലിക്കുന്ന ഉന്നതനായ ദൈവത്തിന് ഇന്ന് പകലിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാൻ, കർത്താവേ അങ്ങയുടെ മുൻപാകെ ഞാൻ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ മുൻപാകെ നമിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ സ്വർഗം ഇന്ന് പകലിലും നമ്മളോട് കരുണ കാണിക്കും എന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് ഞാൻ കരുണ തോന്നുന്ന ദൈവമാണ്. എൻ്റെ അർത്ഥം, ആരും നമ്മളോട് കരുണ കാണിച്ചില്ലെങ്കിലും ദൈവത്തിന് ഒരു വ്യക്തിയോട് കരുണ കാണിക്കണമെങ്കിൽ, ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ, ഒരു വ്യക്തിയെ നടത്തണമെങ്കിൽ, ലോകത്തിലെ സകല സംവിധാനങ്ങളും എതിരാണെങ്കിലും ദൈവം തൻ്റെ ജനത്തിന് അനുകൂലമായി വെളിപ്പെട്ടു വരും. സകല സാമ്രാജ്യങ്ങളും പാഴ്സിയുടെ സകല ശക്തികളും ദാനിയേലിനെതിരായി നിന്ന് പോരാടിയെങ്കിലും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ദാനിയേലിന് ദൈവത്തിൻ്റെ മുഖം അനുകൂലമായി തീർന്നു. പാഴ്സി പ്രഭുവിൻ്റെ ശക്തികളെ തകർത്തുകൊണ്ട് തനിക്ക് വെളിപ്പെടേണ്ട പ്രാർത്ഥനയുടെ വെളിപ്പാടുകൾ, രഹസ്യങ്ങൾ സ്വർഗം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകലിലും വിശ്വസിക്കുക. ദൈവമഹത്വം അതിൻ്റെ അളവിൽ നമ്മുടെ മേൽ വെളിപ്പെടുത്തി ദൈവത്തിന് ആദരിക്കുവാൻ ഇന്നും കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ ചിന്തിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 4:25 വാക്യം. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്ത് എങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രയേൽ പല വിധവമാർ
ഉണ്ടായിരുന്നു എന്ന് ഞാൻ വാസ്തവമായി നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞ ഒരു വചനമാണ് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കുന്നത്. എലിയാവിൻ്റെ കാലത്ത് 3.5 വർഷം ഭയങ്കര ക്ഷാമം ഉണ്ടായി ദേശത്ത്. ഇസ്രായേൽ ക്ഷാമം കൊടുമ്പിരി കൊണ്ടപ്പോൾ ആ ദേശത്ത് ഒത്തിരി വിധവമാരുണ്ടായിരുന്നു, പല വിധവമാർ. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല. അതിൻ്റെ നടുവിലും കഥ പറയുക, സീദോനിലെ സരാപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ, ശ്രദ്ധിക്കണമേ, അവരുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. വിധവമാരില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ കുടുംബം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ആഴങ്ങൾ ദൈവത്തിന് വ്യക്തമായി മനസ്സിലായി. കാരണം അവസാനത്തെ അടയും തിന്ന് ഇനി ഹോപ്പ് നഷ്ടപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ ജീവിതത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള ഭാവിയെ നിരാശയോടെ കണ്ട ഇവിടം കൊണ്ട് ജീവിതത്തിന് കുത്തിടേണ്ടി വരും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട ആ കുടുംബത്തെ സ്വർഗം കണ്ടെങ്കിൽ, മറ്റു വിധവമാരില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ വിധവയുടെ വേദന തൻ്റെ തലമുറയും താനും എലിയ വന്നപ്പോൾ പറയുക, ഒരടയുണ്ടാക്കി, ഒരപ്പമുണ്ടാക്കി തിന്നിട്ട് മരിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് എല്ലാം തീർന്നു, പരിസമാപ്തി വന്നു, ഇനിയൊന്നും ചെയ്യാനില്ല, ഇവിടം കൊണ്ട് കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആ വിധവയുടെ അടുക്കലേക്ക് കെരിത്ത് തോട്ടിൽ നിന്ന് ഒരു ഭക്തനെ ദൈവം വിടുകയാണ്, എഴുന്നേൽപ്പിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ദൂത് ആഹാബിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞെങ്കിൽ അടുത്ത ഘട്ടം പട്ടുമെത്തയല്ല തനിക്ക് കിട്ടിയത്, ഒളിച്ചിരിക്കേണ്ടി വന്ന അവസ്ഥ. അതിൻ്റെ നടുവിലും ദൈവത്തിനൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു. കാരണം നീ ഒളിച്ചിരിക്കുന്നിടത്ത് നിന്നെ കൈവിടുന്ന ഒരു ദൈവമല്ല. കാരണം ദൈവം പറഞ്ഞിട്ട് ഒളിച്ചിരുന്നത്. ദൈവം ചില കാലഘട്ടങ്ങൾ നിന്നെ ഒളിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നിനക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിനക്കും നിൻ്റെ തലമുറകൾക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടതെല്ലാം ദൈവം കരുതി വെക്കും. നീ പറയാതെ, എലിയാവേ, നീ പറയാതെ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നീ ചോദിക്കാതെ നിനക്ക് വേണ്ടി തരുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നല്ല വെള്ളം കൊടുത്തില്ലേ? മാത്രമല്ല ഫ്രഷായ ഫുഡ് കൊടുത്തില്ലേ? രാവിലെയും വൈകിട്ടുമൊക്കെ നീ പോലും പറയാത്ത റൈറ്റ് ടൈമിൽ നീ എഴുന്നേറ്റിരിക്കുമ്പോൾ നിൻ്റെ അടുത്തേക്ക് വരുന്ന, പറത്തിക്കൊണ്ടുവരുന്ന ചില ദൈവപ്രവൃത്തി. എൻ്റെ സബ്ജക്റ്റ് അതൊന്നുമല്ല. അങ്ങനെ സമയമായപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, കെരിത്തതോട് വറ്റാൻ പോകുകയാണ്. എന്തിനാ ചിലത് വറ്റിക്കുന്നതെന്നറിയാമോ? മറ്റു ചിലയിടത്തേക്ക് വറ്റാത്ത ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്താൻ, തകർന്നു പോയിരിക്കുന്ന ഇടത്തേക്ക് അവരുടെ ക്ഷാമത്തെ മാറ്റാൻ. ഏലിയാവേ, നിൻ്റേത് പലതും ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുക, എങ്കിലേ നീ എഴുന്നേൽക്കത്തുള്ളൂ. നിന്നെക്കൊണ്ട് എനിക്ക് അടുത്ത തലത്തിൽ ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്. മഹാമരണങ്ങൾ മാറ്റാൻ, ചിലരുടെ ക്ഷാമങ്ങൾ മാറ്റാൻ, ചിലരുടെ കണ്ണുനീരൊപ്പാൻ, ജീവിതത്തിന് എൻ്റെ വരുത്തുന്നു എന്ന് പറയുന്ന ചിലരെ താങ്ങാൻ എനിക്ക് കെരിത്തിൽ നിന്ന് നിന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ മതിയാകുള്ളൂ. ഏലിയാവ് ചിലപ്പോൾ ചോദിച്ചു കാണും, ദൈവമേ, ഇതെന്തിനാ കെരിത്തതോട് വറ്റിച്ചത്? കാക്കയുടെ വരവ് നിർത്തിയത്, അത് നിർത്തിയെങ്കിലേ നീ എവിടെ നിന്ന് എഴുന്നേൽക്കത്തുള്ളൂ. ചിലത് നിർത്തുമ്പോൾ ഓർത്തോളം ശ്രേഷ്ഠകരമായ ഒരു തലത്തിലേക്ക് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ചില ദൈവപ്രവൃത്തികൾ ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. ദൂത് കേൾക്കണമേ. എലിയാവിടെ ചെന്ന് ചെയ്ത കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. ഭരണിയിലെ എണ്ണ തീർന്നില്ല, കലത്തിലെ മാവ് കുറഞ്ഞില്ല. കാരണം അഭിഷേകമുള്ളവൻ ചവിട്ടുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് ചില ഉറവുകൾ പൊങ്ങി വരികയാണ്. അഭിഷേകമുള്ളവൻ കൽപ്പിക്കുമ്പോൾ
നിൻ്റെ ഭരണി നിറയാൻ തുടങ്ങുകയാണ്. നിൻ്റെ കലത്തിലെ മാവ് കുറയത്തില്ല, അത് പൊങ്ങി വരാൻ തുടങ്ങുക. അടുത്തൊരു ഭാഗം ഞാൻ പറയുന്നത്, പല വിധവന്മാരുണ്ടെങ്കിലും നിൻ്റെ തകർച്ച കണ്ട്, നിൻ്റെ വേദന കണ്ട്, നിൻ്റെ സങ്കടം കണ്ട് പ്രിയരെ, നിനക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയക്കും. കരുതേണ്ടത് കരുതാൻ, തുറക്കേണ്ടത് തുറക്കാൻ, നിറയ്ക്കേണ്ടത് നിറയ്ക്കാൻ, ഉറപ്പിക്കേണ്ടതിന് ഉറപ്പിക്കാൻ, ശക്തീകരിക്കേണ്ടത് ശക്തീകരിക്കാൻ, ബലം കൽപ്പിക്കേണ്ടതിന് ബലം കൽപ്പിക്കാൻ ഇന്ന് പകലും ദൈവത്തിൻ്റെ കരം യേശുവിൻ നാമത്തിൽ വെളിപ്പെടുകയാ. നമുക്കറിയാം, രക്തസ്രവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ചരിത്രം നമുക്കറിയാം. അനേകർ തൊട്ട് കാണും അല്ലേ? തിക്കി തിരക്കല്ലേ, ഭയങ്കര തിരക്കല്ലേ? യേശുവിനെ പലരും ടച്ച് ചെയ്ത് കാണും ആ തിരക്കിൻ്റെ ഇടയിൽ. പക്ഷേ ഇത് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, സാഹചര്യങ്ങളെ വകവെക്കാതെ, നിയമങ്ങളെ വകവെക്കാതെ, ഡോക്ടേഴ്സ് പരീക്ഷിച്ച് വിധി എഴുതി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് സമ്പാദ്യവും തകർന്ന്, മാനസിക നില തകർന്ന്, കുടുംബക്കാരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി, കൂട്ടുകാരുടെ മുമ്പിൽ ഒരു അടയാളമായി മാറി അല്ലേ? ഈ വ്യക്തിയെ കാണുമ്പോൾ അയ്യോ കഴിഞ്ഞവളാ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ, തള്ളിക്കളഞ്ഞതാ, ഒരു ബലവും ഇനി ഇവക്ക് കിട്ടത്തില്ല, ഇവിടെ ഭാവി പോയി, ഇവൻ്റെ ഭാവി പോയി എന്ന് പറഞ്ഞ് സാധ്യതകൾ എല്ലാവരും വിധി എഴുതി കഴിഞ്ഞു. പക്ഷേ ഇവൾ തൊട്ടപ്പോൾ, ഞാനതാ പറഞ്ഞത്, ഒത്തിരി പേരറിയാതെ ചിലപ്പോൾ തൊട്ട് കാണും അത്തിക്കിൻ്റെ എതിർ. യേശു പറഞ്ഞല്ല, ഒരാളെന്നെ തൊട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ഒത്തിരി പേര് തൊട്ടിട്ടുണ്ടെങ്കിലും ആവശ്യക്കാർ തൊടുമ്പോൾ ശക്തി പുറപ്പെടുകയാ, നിന്റെ വിഷയത്തിന് പരിഹാരം വരികയാ, നിന്നെ ദൈവം സൗഖ്യമാക്കുകയാ, നിന്റെ തലമുറകളെ ദൈവം ഉദ്ധരിക്കുകയാ. ലോകം പറഞ്ഞ വിധിയെഴുത്തുകൾ കൂട്ടുകാരും വീട്ടുകാരും പറഞ്ഞിടത്തു നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകൽ ചിലരെ ടച്ച് ചെയ്യുന്നു. ആവശ്യക്കാർ തൊടാൻ തയ്യാറാകൂ, ആവശ്യക്കാർ മുട്ടുകുത്താൻ തയ്യാറാകൂ. കർത്താവിൻ്റെ കരം നിങ്ങളെ ചലിപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, അവരുടെ വിഷയത്തിന്മേൽ, അവരുടെ തലമുറകളുടെ മേൽ സ്വർഗമയച്ച് അവരെ വിടുതലോടെ നയിപ്പിക്കുന്ന അടുത്ത തലത്തിനായി സ്തോത്രം. ഫുൾ സ്റ്റോപ്പ് ഇടാൻ നോക്കിയവരെ ആത്മാവ് ഗൈഡ് ചെയ്ത് നിറച്ചിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഇനി ജീവിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടേഴ്സ് മാറി മാറി പരീക്ഷിച്ചതിനെ ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തുക മാത്രമല്ല, ശക്തി പുറപ്പെട്ടവൾ സാക്ഷ്യം പറഞ്ഞതുപോലെ ഇന്ന് പകലിലും ചില സാക്ഷ്യങ്ങൾ പുറത്തു വരാൻ അങ്ങിടയാക്കുന്നതിനായി യേശുവിൻ്റെ നാമത്തിൽ തുറക്കേണ്ടത് തുറക്കട്ടെ, വെളിപ്പെടേണ്ടത് വെളിപ്പെട്ട് വരട്ടെ, കൂടിച്ചേരേണ്ടത് കൂടിച്ചേരട്ടെ. ആത്മാവിൻ്റെ വലിയ അനോയിന്റിങ് ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൽ പ്രിയരെ, ഇന്ന് പകൽ ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ ദൈവം മുൻപാകെ സമർപ്പിക്കൂ. കർത്താവ് നമ്മളെ വിടുവിക്കാൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ആർക്കും ഒത്തിരി പേരുണ്ടാവാൻ ലോകത്തിൽ. പക്ഷെ നിങ്ങളോട് ദൈവം ഇന്നും വിടുതലിൻ്റെ കരം നീട്ടുവാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ പ്രവൃത്തി അയക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളാൽ അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.